ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മാറ്റങ്ങൾ ഒന്നും വരുത്താൻ റയലിൻ്റെ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസ് തയ്യാറായിരുന്നില്ല. അതിന് അവർക്ക് വലിയ വില നൽകേണ്ടി വരികയും ചെയ്തു. ഈ സീസണിൽ മോശം പ്രകടനമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെരസ് ഇപ്പോൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ട്രെൻറ്റ്, അലക്സാണ്ടർ അർണോൾഡ്, അതുപോലെ തന്നെ ഹുയിസൺ എന്നിവരെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആൽവരോ കരേരസ് കൂടി എത്താനുള്ള സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിന് പുറമെ മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹുയിസണ് പുറമെ മറ്റൊരു സെന്റർ ബാക്കിനെ കൂടി ടീമിലേക്ക് എത്തിക്കാൻ റയലിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ഈ സമ്മറിൽ അതിനു വേണ്ടി ശ്രമിക്കും. ഈ സമ്മറിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ വരുന്ന സമ്മറിൽ അഥവാ 2026 സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ബാക്ക് എന്തായാലും റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യും എന്നാണ് മാർക്ക പറയുന്നത്. രണ്ട് താരങ്ങളെയാണ് റയൽ മാഡ്രിഡ് ഈ പൊസിഷനിലേക്ക് പരിഗണിക്കുന്നത്. ഒരാൾ ആഴ്സണലിന്റെ സൂപ്പർ താരമായ വില്യം സാലിബയാണ്. പക്ഷേ ഈ സമ്മറിൽ സാലിബയെ റയൽ മാഡ്രിഡിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ആഴ്സണൽ അദ്ദേഹത്തെ കൈവിടാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊരു താരം അത് ലിവർപൂളിന്റെ സൂപ്പർ താരമായ ഇബ്രാഹിമെ കൊനാറ്റയാണ്. അദ്ദേഹത്തിന്റെ ലിവർപൂളുമായുള്ള കോൺട്രാക്റ്റ് 2026 അവസാനിക്കുകയാണ്. ഈ സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ വരുന്ന സമ്മറിൽ അഥവാ 2026 അദ്ദേഹത്തെ എന്തായാലും കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് പരമാവധി ശ്രമിക്കും എന്നാണ് മാർക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വില്യം സാലിബ അതല്ലെങ്കിൽ ഇബ്രാഹിമെ കൊനാറ്റ, രണ്ടിലൊരു താരം അധികം വൈകാതെ തന്നെ റയൽ മാഡ്രിഡിൽ എത്തിയേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.